വീട്ടിൽ ചെറിയ റിപ്പയർ ചെയ്യാനുള്ള ചില ഹാക്കുകൾ. ഇവ പഠിച്ചാൽ ഇനി ആരും നിങ്ങളെ ചതിക്കില്ല. തളർന്ന റബ്ബർ ബാൻഡ് ചൂടുവെള്ളത്തിൽ മുക്കിവെക്കൂ, ഇലാസ്റ്റിസിറ്റി തിരിച്ചു കിട്ടും. ഷൂലേസ് പൊളിഞ്ഞു പോകുന്നുണ്ടോ? ചെറിയൊരു സ്ട്രോ മുറിച്ച് കേടായിട്ടില്ലാത്ത അറ്റത്ത് കയറ്റൂ. ലൈറ്റർ കൊണ്ട് ചൂടാക്കൂ, അത് കൃത്യമായി ചുരുങ്ങിപ്പിടിക്കും, പുതിയതുപോലെ തന്നെ. ഫ്ലോർ ജോയിന്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്ലൂ നിറയ്ക്കൂ. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് മുകളിൽ മരക്കട്ട വയ്ക്കൂ. ഹാമർ കൊണ്ട് ചെറുതായി അടിക്കൂ, പൊട്ടൽ അടഞ്ഞുപോകും. വെള്ള നൂൽ മടക്കി ചാർജിംഗ് കേബിളിന്റെ കേടായ ഭാഗത്ത് വയ്ക്കൂ. പ്രധാന നൂല് കെട്ടി പൊതിഞ്ഞ് അവസാനം ലൂപ്പിലൂടെ കടത്തി വലിക്കൂ. അവസാനം അധിക ഭാഗം മുറിച്ചു കളയൂ. കേബിൾ റെഡി. ചിതറിപ്പോയ കത്തിക്കത്തികൾ കളയണ്ട. സാധാരണയായി ക്ലാമ്പിംഗ് ഫോഴ്സ് നഷ്ടപ്പെട്ടതാണ്. ഒരു നട്ടിടിച്ച് 2 ബ്ലേഡുകളും പുറത്തേക്ക് കുറച്ചു വളയ്ക്കൂ. ശേഷം വീണ്ടും ബ്ലേഡുകൾ കൃത്യമായി ചേരും. വെട്ടാരും വേഗം. സീറ്റിന്റെ കാല് പൊട്ടിയാൽ വെള്ള ബോട്ടിലിന്റെ ശരീരം കൊണ്ടു പൊതിഞ്ഞ് ഹോട്ട് എയർ ഗൺ കൊണ്ട് ചൂടാക്കൂ. വളരെ പിടിച്ചുപോകും, 10 വർഷം കൂടി നിലനിൽക്കും. മരം പൊട്ടിയാൽ നൂലുകൊണ്ട് പൊതിഞ്ഞ് മുഴുവൻ ഭാഗത്തും ശക്തമായ ഗ്ലൂ പുരട്ടൂ. ഉണങ്ങിയാൽ അതിശക്തമാകും. താക്കോലിന്റെ അറ്റം ലോക്കിനുള്ളിൽ ഒടിഞ്ഞാൽ പേനയുടെ പ്ലാസ്റ്റിക് ട്യൂബ് എടുത്ത് ചൂടാക്കി മൃദുവാക്കൂ. അതുകൊണ്ട് അറ്റം പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കൂ. പൊട്ടിയ കുട കളയണ്ട. ബോട്ടിൽ നെക്ക് മുറിച്ച് കുടയുടെ തൈപ്പിടിയിൽ കയറ്റി മുറുക്കൂ. പഴയ ബ്രഷ് ഹെഡ് എടുത്ത് ക്യാപ്പിൽ ഫിറ്റ് ചെയ്ത് മുറുക്കൂ. വീണ്ടും ഉപയോഗിക്കാം. പവർ പ്ലഗ് വയർ കേടായോ? ബോട്ടിൽ ക്യാപ്പ് ഉപയോഗിക്കൂ. ഒരു വശത്ത് ചെറിയൊരു കട്ട്, മറുവശത്ത് വലിയൊരു തുറവ്. പ്ലഗിന് മുകളിൽ ക്യാപ്പിടൂ. ഗ്ലൂ നിറച്ചാൽ പുതിയതുപോലെ ഉറപ്പാവും. സൈക്കിളിന്റെ സ്പോക്ക് പൊട്ടിയാൽ 2 അറ്റവും 180 ഡിഗ്രി വളയ്ക്കൂ. ഒരു ഗ്രീൻ സിപ്ടൈ കയറ്റി മുറുക്കൂ. അധികം മുറിച്ചു കളയൂ. ബൈക്ക് കുറച്ചു ദൂരം എളുപ്പം പോകും. ഡ്രോവർ സ്വയം സ്ലൈഡ് ചെയ്ത് തുറക്കുന്നുണ്ടോ? സൈഡ് റെയിലിൽ ചെറിയ ലാച്ച് നോക്കൂ. താഴെയാണെങ്കിൽ മുകളിലേക്ക്, മുകളിലാണെങ്കിൽ താഴേക്ക് അമർത്തൂ. ഡ്രോവർ പുറത്തേക്ക് വലിച്ചെടുക്കൂ. ട്രാക്കിന്റെ അറ്റത്തെ ക്ലിപ്പ് പ്ലെയറിൽ പിടിച്ച് 4 അറ്റവും ചെറുതായി ചുരുട്ടൂ. ഇനി പ്രശ്നമില്ല. വീണ്ടും ഡ്രോവർ ഘടിപ്പിച്ചു നോക്കൂ. 2 ഭാഗവും ശരിയായി പൊരുത്തപ്പെടുത്തി അടിച്ചു കയറ്റൂ. കാണുന്നില്ലേ? ഇനി ഡ്രോവർ സ്ലൈഡ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ടാക്ടിക്കൽ ലൈഫ് ടിപ്പുകൾ വേണമെങ്കിൽ ഫോളോ ചെയ്യൂ.